ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. 2025 ജനുവരി 26-ന് നമ്മുടെ ഭരണഘടന 75 വർഷം പൂർത്തിയാക്കാൻ പോകുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ നമുക്ക് കൈമാറിയ ഭരണഘടന കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചതായും നമ്മുടെ വഴികാട്ടിയായി പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ പൌരന്മാരെ ഭരണഘടനയുടെ പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പ്രത്യേക വെബ്സൈറ്റായ constitution75.comൽ ഭരണഘടനയുടെ ആമുഖം വിവിധ ഭാഷകളിൽ വായിക്കാനും ഭരണഘടനയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അവസരമൊരുക്കുകയും ഇതിന്റെ വീഡിയോ പൊതുജനങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. इस साल 26 नवंबर को संविधान दिवस से एक साल तक चलने वाली कई एक्टिविटीज शुरू हुई हैं। देश के नागरिकों को संविधान की विरासत से जोड़ने के लिए constitution75.com नाम से एक खास वेबसाइट भी बनाई गई है. അടുത്ത മാസം 13 മുതൽ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേളയുടെ പ്രത്യേകതയും വിശാലതയും വിവരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിക്കണക്കിന് ആളുകളുടെ സംഗമവേദിയായ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് സന്യാസിമാർ, ആയിരക്കണക്കിന് സംസ്കാരങ്ങൾ, നൂറുകണക്കിന് സമുദായങ്ങൾ, നിരവധി മഠങ്ങൾ തുടങ്ങിയവയെല്ലാം സംഗമിക്കുന്നതായും നാനാത്വത്തിൽ ഏകത്വം എന്നതിന്റെ ഇതിലും മികച്ച ഉദാഹരണം ദർശിക്കാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു. മഹാകുംഭമേളയോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ സംവിധാനത്തിന്റെ സഹായത്തോടെ വിവിധ കടവുകൾ, ക്ഷേത്രങ്ങൾ, സന്യാസിമാരുടെ മഠങ്ങൾ എന്നിവ മനസ്സിലാക്കാനും പാർക്കിംഗ് സ്ഥലത്തെത്താനും സാധിക്കും. ആദ്യമായി കുംഭമേളയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും 11 ഭാഷകളിൽ AI ചാറ്റ്ബോട്ട് വഴി ലഭ്യമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. डिजिटल नेविगेशन की मदद से आपको अलग अलग घाट, मंदिर, साधुओं के अखाड़ों तक पहुंचने का रास्ता मिलेगा. यही नेविगेशन सिस्टम आपको पार्किंग तक पहुंचने में भी मदद करेगा. पहली बार कुंभ आयोजन में AI चैटबॉट का प्रयोग होगा. ക്രിഷ്, ത്രിഷ്, ബാൾട്ടി ബോയ് എന്നീ ആനിമേഷൻ സീരീസുകളുടെ ചുരുക്കപ്പേരായ KTBയുടെ 2ാം സീസണും ആരംഭിച്ചിരിക്കുകയാണെന്നറിയിച്ച പ്രധാനമന്ത്രി അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഈ 3 ആനിമേഷൻ കഥാപാത്രങ്ങൾ നമ്മോട് പറഞ്ഞു തരുമെന്നും അറിയിച്ചു. വിവിധ ഭാരതീയ ഭാഷകളിലും വിദേശ ഭാഷകളിലും സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈ പരിപാടി ദൂരദർശനിലും മറ്റ് OTT പ്ലാറ്റ്ഫോമുകളിലും കാണാൻ സാധിക്കും. ഇതിനു പുറമെ സർഗാത്മക വ്യവസായത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി നമ്മുടെ ആനിമേഷൻ സിനിമകളുടെയും സാധാരണ സിനിമകളുടെയും TV സീരിയലുകളുടെയും ജനപ്രീതി സമ്പദ്വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായി അറിയിച്ചു. നമ്മുടെ സിനിമ വിനോദ വ്യവസായം വളരെ വലുതാണ്. രാജ്യത്തെ പല ഭാഷകളിലും സിനിമകൾ നിർമ്മിക്കപ്പെടുകയും ക്രിയേറ്റീവ് കണ്ടന്റ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വികാരത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ സിനിമ വിനോദ വ്യവസായമെന്നറിയിച്ച പ്രധാനമന്ത്രി ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് അടുത്ത വർഷം സംഘടിപ്പിക്കാൻ പോകുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ്, അതായത് വേവ്സ് ഉച്ചകോടി എന്നും അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ലോകത്തെ മാധ്യമ വിനോദ വ്യവസായ രംഗത്തെ പ്രമുഖരും ക്രിയേറ്റീവ് ലോകത്തെ ആളുകളും ഭാരതത്തിലെത്തും. ഭാരതത്തെ ആഗോള ഉള്ളടക്ക നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ ഉച്ചകോടി. ഇന്ത്യ $5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ക്രിയേറ്റർ എക്കണോമി അതിനൊരു പുതിയ ഊർജം കൊണ്ടുവരുന്നതായും വിദഗ്ധരായാലും തുടക്കക്കാരായാലും ഭാരതത്തിലെ മുഴുവൻ വിനോദ സർഗാത്മക പ്രതിഭകളും വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. जब हम $5 ट्रिलियन इकोनॉमी की ओर बढ़ रहे हैं, तब हमारी क्रिएटर इकोनॉमी एक नई एनर्जी ला रही है. मैं भारत की पूरी एंटरटेनमेंट और क्रिएटिव इंडस्ट्री से आग्रह करूंगा, चाहे आप यंग क्रिएटर हो या एस्टेब्लिश्ड आर्टिस्ट, आप सभी वेव समिट का हिस्सा बने. ഈജിപ്ത്, പരാഗ്വേ, ഫിജി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഭാരതത്തെ അറിയാനും സംസ്കാരം പഠിക്കാനുമുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വിവരിച്ചു.
ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായ തമിഴ് ഭാഷയുടെ പഠനത്തിന് ഫിജിയിൽ നൽകുന്ന പ്രാധാന്യം സംബന്ധിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇത് പഠിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ മാസം ഫിജിയിൽ ഭാരത സർക്കാരിന്റെ സഹായത്തോടെ ആരംഭിച്ച തമിഴ് ടീച്ചിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് പരാമർശിക്കവേ അറിയിച്ചു. കല മുതൽ ആയുർവേദം വരെയും ഭാഷയിൽ നിന്ന് സംഗീതം വരെയും ലോകത്ത് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഭാരതത്തിൽ ഉള്ളതിനുള്ള അഭിമാനവും അദ്ദേഹം പങ്കുവച്ചു. ഈ ശൈത്യകാലത്ത് കായികവും കായികക്ഷമതയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്നതിലെ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി ഫിറ്റ്നസ് ജനങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നതായി അറിയിച്ചു. സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടക്കുന്ന വിവിധ പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഒരു വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് രാജ്യത്തെ ജനങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കണം എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഫിറ്റ് ഇന്ത്യ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് അടുത്തിടെ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടിരുന്നു. देश में 1000 से अधिक स्थान पर साइकिलिंग का कार्यक्रम हो रहा है और रेगुलर संडे हम हमारे जीवन शैली का एक पार्ट बनाए, साइकिलिंग करें, स्वस्थ रहे, समृद्ध रहे और पोल्यूशन का सॉल्यूशन भी हम साइकिल से ढूंढे. ഒരു കാലത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമായ ബസ്തറിൽ ആവേശത്തിന്റെ പ്രതീകമായി കായിക മാമാങ്കമായ ബസ്തർ ഒളിമ്പിക്സ് നടന്ന വിഷയവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. 7 ജില്ലകളിൽ നിന്നായി 1,65,000 കളിക്കാർ ആദ്യമായി ബസ്തർ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഇത് വികസനത്തിന്റെയും കായിക മത്സരങ്ങളുടെയും സംഗമവേദി കൂടിയാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. പ്രാദേശിക കായിക പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രാദേശിക കായിക പ്രതിഭകൾക്ക് വളരാനുള്ള അവസരം നൽകുകയും ചെയ്യണമെന്നും സ്പോർട്സ് ശാരീരിക വളർച്ചയിലേക്ക് നയിക്കുക മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ സമൂഹത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഒരു മാധ്യമം കൂടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലേറിയ, ക്യാൻസർ എന്നീ രോഗങ്ങളുടെ പ്രതിരോധ ചികിത്സാ പ്രവർത്തനങ്ങളിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധയെ ആകർഷിക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ആരോഗ്യരംഗത്തെ ഈ നേട്ടത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാമെന്നും അറിയിച്ചു. 4000 വർഷമായി മലേറിയ മനുഷ്യരാശിക്ക് വലിയ വെല്ലുവിളിയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരോഗ്യരംഗത്ത് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്ന ഈ വെല്ലുവിളിയെ ശക്തമായി നേരിട്ടുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പറയുന്നു. ഭാരതത്തിൽ 2015-നും 2023-നുമിടയിൽ മലേറിയ കേസുകളുടെ എണ്ണത്തിലും തുടർന്നുണ്ടായ മരണത്തിലും 80% കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന വിഷയവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ ഹേമ KP. മലമ്പനി വളരെ നേരത്തെ കണ്ടുപിടിക്കുക, അതിനുവേണ്ട ചികിത്സകൾ കൃത്യമായി എടുക്കുക. ഇതിനോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ മാത്രമാണ് നമുക്ക് ഇതൊരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് നിവാരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനൊരു ചരിത്രം പറയുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് മലമ്പനി കണ്ടുകൊണ്ട് വന്നിരുന്നത്. പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നത് മലമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയിലുള്ള മലിനമായ വായു ശ്വസിച്ച് വരുന്ന ഒരു ഇതെന്നുള്ള രീതിയിലാണ് ഇതിനിങ്ങനൊരു പേര് വന്നത്. അതിനുശേഷം സർ റൊണാൾഡ് റോസ്, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ മിലിറ്ററി സർവീസിലുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് നമുക്ക് ഇത് 1873 നമുക്ക് ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ് പരത്തുന്നതെന്ന് മനസ്സിലാക്കി. ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി മൂലം 90% ക്യാൻസർ രോഗികൾക്കും കൃത്യസമയത്ത് ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞതായും ഈ പദ്ധതി ക്യാൻസർ ചികിത്സയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറച്ചതായും അറിയിച്ച പ്രധാനമന്ത്രി സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും രോഗികൾക്കുണ്ടാക്കിയെടുക്കുന്ന വിശ്വാസവുമാണ് പ്രധാനമെന്നും അറിയിച്ചു. ഭാരതം എല്ലാ മേഖലകളിലും പുതിയ ഉയരങ്ങൾ തൊടുകയാണ്. ഒരു കുടുംബം എന്ന നിലയിൽ നമ്മൾ എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുകയും പുതിയ വിജയങ്ങൾ നേടുകയും ചെയ്തു. 2014 ആരംഭിച്ച മൻ കി ബാത്ത് രാജ്യത്തിന്റെ കൂട്ടായ ശക്തിയുടെ ജീവനുള്ള രേഖയായി മാറിയതായും എല്ലാവരും ഈ പരിപാടി നെഞ്ചിലേറ്റിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2025 അടുത്തെത്തിയ ഈ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ മൻ കി ബാത്തിലൂടെ കൂടുതൽ പ്രചോദനാത്മകമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും രാജ്യത്തെ ജനങ്ങളുടെ ഉയർന്ന ചിന്താഗതിയും മനോഭാവവും കൊണ്ട് ഭാരതം പുതിയ ഉയരങ്ങൾ തൊടുമെന്നും തനിക്കുറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്നത്തെ മൻ കി ബാത്ത് പുതുവർഷാശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.